വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടി ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തു. ശനിയാഴ്ച ഹാജരാകണമെന്നാണ് ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ഈ കാര്യത്തിൽ നോട്ടീസ് കൊടുക്കുകയും ചെയ്യും. സിജോ വി ജോൺ വിവരങ്ങളുമായി. സിജോ, എന്താണ് വിശദാംശം? ഈ വ്യാജരേഖ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് പത്തനംതിട്ടയിൽ വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 പേരെ കൂടി പ്രതിയേർത്തിരിക്കുന്നത്. ഈ 4 പേരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. പത്തനംതിട്ട കേസിന്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് റൂബിൻ ബിനു, അടൂർ സ്വദേശികളായ അശ്വന്ത്, ജിഷ്ണു, ചാർലി ഡാനിയൽ എന്നിവരാണ് ഇപ്പോൾ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ വ്യാജരേഖ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു. ഇവരുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ രേഖകൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ ഫോണൊക്കെ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരം ഒരു കണ്ടെത്തലിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഉണ്ടാക്കിയിരിക്കുന്ന ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ആ ഗ്രൂപ്പ് തയ്യാറാക്കിയത് ഇവരാണ്. കാർഡ് കളക്ഷൻ എന്ന പേരിലാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതിൽ നിന്നുള്ളതും കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ വേണ്ടി വീണ്ടും നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ശനിയാഴ്ച ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് എവിടെ ആണ് വരേണ്ടത്, അത് രാഹുലിൻ്റെ സൗകര്യം പരിഗണിച്ചായിരിക്കും എവിടെ വെച്ചായിരിക്കും മൊഴിയെടുക്കുക എന്നുള്ളത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. നേരത്തെ കഴിഞ്ഞ ആഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായിരുന്നില്ല. രാഹുൽ അതിന് പറഞ്ഞിരുന്ന വിശദീകരണം എന്ന് പറയുന്നത് തനിക്ക് നോട്ടീസ് കിട്ടിയില്ല എന്നാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അന്ന് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രത്യേക പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ മറ്റ് പല കേസുകളൊക്കെ വന്ന സാഹചര്യത്തിൽ രാഹുൽ പത്തനംതിട്ടയിൽ തന്നെ തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് എത്താത്തെന്നുള്ളൊരു കാര്യമാണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളുമായി സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ശരി.